ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അഭിമാനകരമായ നേട്ടമാണ് ഈ നേട്ടം. നിങ്ങളെല്ലാവരും കണ്ടതാണ്. സർക്കാർ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യാതെ വിവാദങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുമാണ് വലിയ നിലയിലുള്ള പരിശ്രമം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വിവാദങ്ങളാണ് ചർച്ചയാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചത്. വികസനം ഫലപ്രദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ മുമ്പെന്നും കാണാത്ത വിധത്തിൽ കണ്ണൂർ ജില്ലയുടെ ഒരു അനുഭവം എടുത്ത് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ RSSന് സ്വാധീനമുള്ള ചില പോക്കറ്റുകളിൽ വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് പറ്റുന്ന ചില പോക്കറ്റുകൾ, സാധാരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രചരണമാണ് സാധാരണ നടക്കുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ഒരു സവിശേഷത, ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലീഗിൻ്റെ മുൻകൈയിൽ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്നുകൊണ്ട് വർഗീയമായി ജനങ്ങളെ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നിരുന്നുവെന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ RSSും BJPയും അതവർ എല്ലാ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ആ പ്രചരണം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വളരെ കൃത്യമായ കോലീബി സഖ്യം ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കോലീബി സഖ്യത്തിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡുകളിൽ ഇടതുപക്ഷവും UDFും ശക്തമായ മത്സരമാണ്. ഈ 6 വാർഡുകളിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിയുന്ന വാർഡുകളാണ് 6 വാർഡുകൾ. ഈ 6 വാർഡുകളിൽ 2 വാർഡുകളിൽ UDFന് BJP വോട്ട് മറിച്ചിട്ടുണ്ട്. 4 വാർഡുകളിൽ UDF അവരുടെ വോട്ട് BJPക്ക് മറിച്ചിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഉണ്ടായിട്ടുള്ളത്. വളരെ പരസ്യമായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന ചിത്രമാണ് കുന്നോത്തുപറമ്പ് കണ്ടത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ വീടുകൾ കയറി BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അവിടെ കണ്ടു. BJPയും ഇതേ പണി 2 വാർഡുകളിൽ തിരിച്ചും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ അവിടെയുള്ള ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്നത് വളരെ ശരിയാണെന്ന് മനസ്സിലാവും. ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഈ 6 ഇടത്ത് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ BJP ചെയ്തത് അവരുടെ സ്ഥാനാർത്ഥിയെ തള്ളാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ നിർത്തി എന്ന് പേരുണ്ടാക്കുക. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് സാധാരണയായി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നിർദ്ദേശകൻ അതാത് ഡിവിഷനിലുള്ള അല്ലെ വാർഡിലുള്ള ആൾ തന്നെ ആയിരിക്കണം. അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വാർഡിലുള്ള ആളെ നിർദ്ദേശകനായിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് തള്ളിയാൽ പിന്നെ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുമ്പോൾ നേരെ UDFന് വോട്ട് ചെയ്യുക. അങ്ങനെ ചിലയിടങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP അതിൻ്റെ വോട്ട് UDFന്, കോൺഗ്രസ്സിന്, മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട്. തിരിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ വോട്ട് BJPക്കും നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വർഗീയ പ്രചരണം, മറുഭാഗത്ത് കോലീബി സഖ്യം, ഇതെല്ലാം നടത്തുന്നതിൻ്റെ കൂടെ നുണപ്രചരണങ്ങളും. ആ നുണപ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ കോലീബി സഖ്യത്തിൽ ഏർപ്പെട്ടവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താ? ഇടതുപക്ഷം BJPയോട് കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട്
മറുഭാഗത്ത് കൃത്യമായി കോലീബി സഖ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരസ്പരം വോട്ട് കൈമാറ്റം നടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അത്രയും നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം മേൽക്കൈ നിലനിർത്തിയിട്ടുള്ളത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രാമപഞ്ചായത്തുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചില ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ടുണ്ട്. ചില ബ്ലോക്ക് പഞ്ചായത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഉജ്ജ്വലമായ വിജയം ഉണ്ടായിട്ടുണ്ട്. 8 മുനിസിപ്പാലിറ്റികളിൽ 5 ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കോട്ട കാത്തുകൊണ്ട് ഇടതുപക്ഷം കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഉള്ളത്. 8 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മുന്നിൽ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജില്ലയുടെ അനുഭവം.